ഈ സെമിനാറിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഞാനും ഒരുമിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരുമിച്ച് ഇരിക്കുന്നു എന്നുള്ളതാണ്. IT സെക്രട്ടറി ഒന്നിലധികം പ്രാവശ്യം എന്നെ ബ്രീഫ് ചെയ്തിരുന്നു അതിൻ്റെ ആവശ്യം. നമ്മുടെ വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, സ്റ്റുഡൻസിനെ അവരുടെ സ്കില്ല് ഒരു ഗ്ലോബൽ കാപ്പബിലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടത് ആണ് എന്നുള്ളതാണ്. ദി വെരി ഫ്യൂച്ചർ ഓഫ് ദി സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഇൻ ദാറ്റ്. വൈ ദി ബ്രെയിൻ ഡ്രെയിൻ? വൈ സ്റ്റുഡൻസ് ആർ ഗോയിങ് ഔട്ട്? പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ദേ ഡോണ്ട് ഗെറ്റ് ദി പ്രോപ്പർ എഡ്യൂക്കേഷൻ, ദേ ഡോണ്ട് ഗെറ്റ് ദി പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മളെ കൺവെൻഷനലായിട്ടുള്ള ഈ കോഴ്സ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നാൽ നമ്മൾ നിൽക്കുന്നോട്ട് തന്നെ നിൽക്കും. നേരത്തെ 2001 ഞാൻ IT മിനിസ്റ്ററായിട്ട് 11 IT മിനിസ്റ്ററായിട്ടൊക്കെ വന്നപ്പോൾ ഏറ്റവും 1-2 ഏറ്റവും വലിയ ടോക്ക് എന്തായിരുന്നു വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, ടെക്നോ പാർക്കുകൾ ഉണ്ടാക്കണം, അതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ലിവിങ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ ടെക്നോ പാർക്ക് ഉണ്ടായി, ഇൻഫോ പാർക്ക് ഉണ്ടായി, പ്രൈവറ്റ് പാർക്ക്സ് ഉണ്ടായി, സോ മെനി തിങ്സ്. എന്തുണ്ടായാലും ദി ക്വസ്റ്റ്യൻ ഈസ് വെദർ യു ഹാവ് സ്കിൽഡ് പേഴ്സൺ ടു എംപ്ലോയ് ഹു ഹാസ് എ ഗ്ലോബൽ കേപ്പബിലിറ്റി. ഇതാണ്, ആം ഐ റൈറ്റ്? ഇതാണ്. അത് നമുക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. യൂണിവേഴ്സിറ്റിയിൽ ഹയർ എഡ്യൂക്കേഷനിൽ പെനട്രേറ്റ് ചെയ്യാൻ, ഈ നിലക്ക് പെനട്രേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പല പ്രാവശ്യം ഞാൻ 2-3 പ്രാവശ്യം സിറ്റിങ്ങിലും IT സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വൈസ് ചാൻസലേഴ്സ് ഉണ്ടാവും, ഐ ഡോണ്ട് നോ, 60% വലിയ റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ വൈ ദി റെസിസ്റ്റൻസ്. മിനിസ്റ്റർ അത് ശ്രദ്ധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ ഗ്ലോബൽ കപ്പാസിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് എന്താണോ തടസ്സം അത് ബഹുമാന ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും വൈസ് ചാൻസലേഴ്സും ഒക്കെ മാറ്റിത്തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാറിയാലല്ലാതെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആവില്ല. ആ പ്രോബ്ലം സോൾവ് ആവണം എന്നുണ്ടെങ്കിൽ ആ നിലയിലേക്ക് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയരണം. അങ്ങനെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പൂള്, ടാലൻറ്റ് പൂൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കുട്ടികൾ ഇവിടെ പഠിക്കും, ഇവിടെ അവർ ഡെവലപ്പ് ചെയ്യും, ഇവിടെ അവർ AI ഉപയോഗിക്കും, ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അത് മാത്രമല്ല, ബാക്കി നമുക്കുണ്ടെന്ന് നമ്മൾ എപ്പോഴും അഭിമാനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നല്ല വെതർ, നല്ല ഗ്രീനറി, ടൂറിസം ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉള്ളത് കൊണ്ട് നല്ല വായു പോലും ഇല്ലാത്ത സ്ഥലത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുപോലെ ഒരുപാട് റിസ്ക് ഉള്ള സ്ഥലത്താണ് ആളുകൾ കഴിയുന്നത്. ഇതൊന്നുമില്ലാത്ത ഇങ്ങോട്ട് വരും. ദർ ഈസ് നോ റീസൺ വൈ ദേ കനോട്ട് കം, വൈ ദേ ആർ നോട്ട് കമ്മിങ്. ഓൺലി വൺ റീസൺ. ഇപ്പം നേരത്തെ വരെ എനിക്ക് തന്ന നോട്ടിലുണ്ട്. എന്നുവെച്ചാൽ ഇതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ, ഇൻഫ്രാസ്ട്രക്ചർ എവരിതിങ് ഉണ്ടെങ്കിലും ശരി, സ്കിൽഡ് ആളുകളില്ലെങ്കിൽ ആരും വരാൻ പോണില്ല, അതുള്ളിടത്തേക്ക് പോകും. അപ്പോൾ അത് കൊടുക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അവർക്കൊക്കെ പറ്റിയ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ റിക്രൂട്ട് ചെയ്യാനുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. AI ഡെവലപ്മെൻ്റ് ആയാലും, ഇൻഡസ്ട്രി ഡെവലപ്മെൻ്റ് ആയാലും, സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻ്റ് ആയാലും, സ്റ്റുഡൻസ് ഇവിടുന്ന് പുറത്തേക്ക് പോകലായാലും, ജോബ് ക്രിയേഷൻ ആയാലും, അതുപോലെ ഇനി നമുക്ക് സ്റ്റാർട്ടപ്പ് ഡെവലപ്മെൻ്റ് ആയാലും, എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെദർ യു ഹാവ് സ്റ്റുഡൻസ് വിത്ത് ഗ്ലോബൽ കേപ്പബിലിറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, കുറച്ച് സമയം നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട്, ഇനിയെങ്കിലും നമ്മളത് മേക്കപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 12 കൊല്ലം മുമ്പ് ഈ പറഞ്ഞതുപോലെ ICT അക്കാഡമി സ്ഥാപിച്ചപ്പോൾ ഉള്ള സ്ഥിതിയൊന്നും അല്ല ഇന്ന്. നിങ്ങൾ ഇത്രയും പ്രൊഫഷണൽ കമ്പനികളൊക്കെ ആയിട്ട് പാർട്ട്ണർ ചെയ്ത് വളരെയധികം ശ്രമിക്കാൻ നോക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഗവൺമെൻറ് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഇവിടെ പ്രസൻ്റാണ്, വൈസ് ചാൻസലേഴ്സും ഒക്കെ പ്രസൻ്റാണ്. അവരൊക്കെ തുറന്ന മനസ്സോടുകൂടി നമ്മുടെ ആളുകളെ ട്രെയിൻ ചെയ്യാനും സ്കിൽഡാക്കാനുള്ള ഈ അറ്റംപ്റ്റിൽ പങ്കാളികളാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐ ഹോപ്പ് സോ.
With these remarks, I conclude. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഏറെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അക്കാഡമി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച് അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ പറഞ്ഞു, വളരെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൽ അല്ലെങ്കിൽ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും. നമ്മളെപ്പോഴും കാണുന്നത് ഇത് രണ്ടും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കുഴപ്പമല്ല, ഈ രണ്ട് ഏരിയയും തമ്മിലുള്ള ഒരു മിസ്മാച്ചാണ്. ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ദ ഇൻഡസ്ട്രി നീഡ്സ്. ആൻഡ് ഇഫ് യു ക്യാൻ ബ്രിഡ്ജ് ദാറ്റ് ഗ്യാപ്പ്, കേരള വിൽ ഡു വണ്ടേഴ്സ്. നമുക്ക് അതിന് സഹായകരമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ ICT അക്കാഡമി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം, AI വന്നു. AI ഒരു റിയാലിറ്റിയായി മാറിയിരിക്കുകയാണ് ഇപ്പം. കാരണം ഇനി നമുക്കത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് ലോകം മാറുന്നത് വളരെ വേഗത്തിലാണ്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ മാറുന്ന വേഗതയിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്, തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമുള്ള തൊഴിൽ നാളെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ നാളെ മറ്റു പല തൊഴിലുകളും ഉണ്ടാവും. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് തൊഴിൽ സാധ്യതകൾ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അറിയാം, രാഷ്ട്രീയമായിട്ടൊന്നും ഞാൻ പറയുന്നതിനെ നിങ്ങൾ കാണേണ്ട. ഇപ്പോൾ ട്രാക്ടർ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു തൊഴിൽ പോകുമെന്ന് പറഞ്ഞു, പക്ഷേ മറ്റ് തൊഴിലുകൾ വന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു അത് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാണ്ടാക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഇറ്റ് ആക്ച്വലി ക്രിയേറ്റഡ് ഡിഫറെൻറ്റ് അതർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നിരവധി തൊഴിലവസരങ്ങൾ അതുവഴി ഉണ്ടായി. AI വരുമ്പോഴും തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറയുന്ന ആളുകളുണ്ട്, പക്ഷേ മൈ ടേക്ക് ഓൺ ദാറ്റ് ഈസ് ഇറ്റ് വിൽ ആക്ച്വലി ക്രിയേറ്റ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ടെക്നോളജി ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ റിയാലിറ്റി. ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ആ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്ന അതേ ഫേസിൽ നമുക്ക് എങ്ങനെ നമ്മുടെ പുതിയ ജനറേഷനെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയൊക്കെ അതിനനുസരിച്ച് എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. കേരളത്തിലെ വിദ്യാർത്ഥികൾ, മലയാളികൾ പ്രത്യേകിച്ച്, ലോകത്തെവിടെ പോയാലും അവരാണ് ഏറ്റവും നല്ല എംപ്ലോയീസ്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഏറ്റവും ടോപ്പ് മോസ്റ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ബെസ്റ്റ് എംപ്ലോയീസിനെ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് മലയാളീസ് ദെയർ. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടെ കേരളത്തിൽ ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഡിഗ്രി നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിടെക്കുകാരെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമുക്കുണ്ട്. പക്ഷേ അവർക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള പല ഇൻഡസ്ട്രീസും നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ആളുകളുണ്ട്, MTech ഒക്കെ ചെയ്ത ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് അത് പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് നമ്മുടെ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേണ്ടത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമുക്ക് സിലബസ് അപ്ഡേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് ആയിരിക്കും. അതിന് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റങ്ങൾ പലപ്പോഴും കുറേ റിജിഡാണ്. വൈസ് ചാൻസലേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല. നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ലോകത്തിനനുസൃതമായിട്ട് അതേ വേഗതയിൽ നമ്മുടെ സിലബസ് ചേഞ്ച് ചെയ്യാനും, നമ്മുടെ അധ്യാപകരെ അതിനനുസരിച്ച് എക്യുപ്പ് ചെയ്യാനും, അവരെ ട്രെയിൻ ചെയ്തെടുക്കാനും, ആ സ്കിൽസ് നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനുമുള്ള സംവിധാനം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നമുക്കിവിടെ ഉണ്ടാവും. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IT കമ്പനീസിലെല്ലാം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങളൊരു IT കമ്പനിയിൽ പോയാൽ അവിടെ വർക്ക് ചെയ്യുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മലയാളികളായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് വരികയും അവിടേക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് ഫോഴ്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി സാറേ. അവിടെ ചെന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്റ്റാർട്ടപ്പ് വില്ലേജായിട്ട് ആരംഭിച്ചതാണ്. സ്റ്റാർട്ടപ്പ് വില്ലേജായിട്ട് ആരംഭിച്ച് അന്ന് തുടങ്ങിയ ഒരു സാധനം ഇന്നൊരു വലിയ സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതുപോലുള്ള പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള പദ്ധതികൾ, സംരംഭങ്ങൾ
തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകുകയാണ്. ഐ ക്യാൻ ടെൽ യു, ഐ മീൻ both these departments should be working very closely together, and if we work together we can do wonders. അത് തന്നെയായിരിക്കും ഈ സർക്കാരിൻ്റെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.